പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എയിംസ് ഡൽഹി. എല്ലാ നീറ്റ് ആസ്പിരൻസിന്റെയും ഒരു സ്വപ്നമാണ് എയിംസ് ഡൽഹിയിൽ MBBS പഠിക്കുക എന്നുള്ളത്, അല്ലേ? എങ്ങനെയാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ പ്രോസസ്, എത്രയാണ് കട്ട് ഓഫ് വരുന്നത്, എത്ര സ്കോർ ആണ് ഞാൻ നീറ്റിൽ സ്കോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ചില ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ആരതി ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എയിംസ് ഡൽഹിയെ കുറിച്ചാണ്. എയിംസ് ഡൽഹി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഗവൺമെന്റ് ആണ് ഇത് നടത്തുന്നത്, ഗവൺമെന്റ് റണ്ണ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് ഏറ്റവും വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് എയിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുണ്ടാവുക, ടോപ്പ് ഡോക്ടേഴ്സ് ആണ് അവിടെ കൺസൾട്ടേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എയിംസ് ഡൽഹി എന്ന് പറയുന്നത് ഒരു തിരക്കേറിയ ഹോസ്പിറ്റൽ തന്നെയാണ്. ഒരുപാട് പേര് കാണിക്കാൻ വരുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഹോസ്പിറ്റലാണ് എയിംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എയിംസ് ഹോസ്പിറ്റലുകളിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എയിംസ് ഡൽഹി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ഫെസിലിറ്റീസും ഇത്രയും അധികം ടോപ്പ് ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഇസ് ഹൈലി കോമ്പറ്റീറ്റീവ്. വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാലെടുത്ത് വെക്കാനായിട്ട് പറ്റുന്നതായിട്ടുണ്ടാവുള്ളൂ. എത്രയാണ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. ഇവിടെ ഒന്ന് നോക്കുക, അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എഴുതേണ്ട എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് UG ആണ്. ഓക്കെ, നീറ്റ് UG എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു നീറ്റ് സ്കോർ കിട്ടുന്നതായിരിക്കും. ഈ നീറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുക, അഡ്മിഷന്റെ കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വറി എന്ന് പറയുന്നത് എത്രയാണ് കട്ട് ഓഫ് വരിക എന്നുള്ളതാണ്. ഇനി ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ പല ഇയറിലും പല കട്ട് ഓഫ്സ് ആണ് വന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ് ആ ഇയറിൽ നടന്ന എക്സാമിനേഷന്റെ ടഫ്നെസ്. അത് മോഡറേറ്റ് ലെവൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈസി ലെവൽ എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ ടഫർ കൈൻഡ് ഓഫ് എക്സാം ആണെങ്കിൽ, ആ ഏത് ലെവലിലാണോ എക്സാം നടന്നത് അതിനനുസരിച്ച് റാങ്കുകളിൽ വ്യത്യാസം വരാറുണ്ട്, അല്ലെങ്കിൽ സ്കോറുകളിൽ വ്യത്യാസം വരാറുണ്ട്. ഏറ്റവും നല്ല ആക്യുറേറ്റ് മെത്തേഡ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കോറിനെക്കാളും ഉപരി റാങ്ക് ആണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഇത് മനസ്സിലാക്കാനായിട്ട്. കാരണം സ്കോർ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. സ്കോർ എന്താണ്, ഓരോ തരത്തിലുള്ള, അതായത് ഓരോ സമയത്തെ ഓരോ തരത്തിലുള്ള എക്സാമിനനുസരിച്ച് നീറ്റ് സ്കോറുകൾ മാറാറുണ്ട്. പക്ഷെ റാങ്കുകൾ ഓൾമോസ്റ്റ് എല്ലാ കൊല്ലവും ഒരേപോലെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് സീറ്റ്സ്, ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് അവിടെ പ്രസന്റ് ആയിരിക്കുന്നത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓപ്പണിംഗ് റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് 1 ആണ്. ഓക്കെ, റാങ്ക് 1 കിട്ടിയ ഒരു കുട്ടിക്ക് എയിംസ് ഡൽഹി ഇസ് ഷുവർ. ഓക്കെ, എയിംസ് ഡൽഹി എന്നല്ല, ഏത് ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് ഇസ് അറൌണ്ട് 48, അതൊരു 50, 52 വരെ പോകാം. ഇതാണ് ജനറൽ കാറ്റഗറിയുടെ കേസ് എന്ന് പറയുന്നത്. ഇനി OBC കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ക്ലോസിംഗ് റാങ്ക്, ഞാൻ റാങ്ക് ആണ് പറയുന്നത്, ദിസ് ഇസ് നോട്ട് മാർക്ക്. ഞാൻ മാർക്ക് പറയുന്നില്ല, കാരണം മാർക്കിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. എന്നാലും ഞാനൊരു എസ്റ്റിമേറ്റ് ഇതിന്റെ അവസാനം പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോളൂ. OBCയുടെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ കണ്ടിട്ടുള്ളത് 186 to 255 വരെയാണ്. മാക്സിമം അതൊരു 300 വരെ പോയിട്ടുള്ള കൊല്ലങ്ങളും ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, EWS, കാരണം എന്താണ്, ഇടയിലുള്ള ഏതെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ വരികയാണെങ്കിൽ, ചിലപ്പോൾ എന്താണ് ഇതിന്റെ ഇടയിലുള്ള കുട്ടികൾ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിൽ വന്നാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 300 വരെ നമുക്ക് പറയാം. ഇനി EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ 210 to 254, again ഞാനൊരു 300 വരെ കൂട്ടുകയാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കുക, SC കാറ്റഗറി ആണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് ഇസ് അറൌണ്ട് 644 to 1150 വരെ പോകാറുണ്ട്. ST കാറ്റഗറി ആവുമ്പോൾ ഇതിലും കുറച്ചും കൂടെ എന്താണ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി നോർമൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ജനറൽ മാർക്ക് റേഞ്ച് പറയുകയാണെങ്കിൽ 710+, ഓക്കെ, അല്ലെങ്കിൽ 700+ മാർക്കാണ് ഈ ഒരു റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്ക് ജനറലി നമ്മൾ കാണാറുള്ള ഒരു സ്കോർ എന്ന് പറയുന്നത്
700+ അല്ലെങ്കിൽ 710+ മാർക്കാണ് നമ്മൾ ജനറലി കാണാറുള്ളത്. ഇനി എക്സാമിനേഷൻ വളരെയധികം ടഫ് ആണെങ്കിൽ ഞാൻ പറയുകയാണ് 680+ വരെയും പോകാറുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ജനറൽ റേഞ്ച് എന്ന് പറയുന്നത് എയിംസിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്. ഇനി എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും അധികം എയിംസിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹം? വെരി ഫസ്റ്റ് തിങ്, അതൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സെക്കൻഡ് തിങ്, അവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റീസും അതേപോലെ തന്നെ ഏറ്റവും നല്ല ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുട്ടികൾ എടുത്തു കാണുന്ന വേറൊരു കാര്യമാണ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ഓൾമോസ്റ്റ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. ചെറിയ ഫീസ് മാത്രമേ വരുന്നുള്ളൂ പഠിക്കാനായിട്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കുന്ന സമയത്ത് വളരെ ടോപ്പ് നോച്ചിൽ വരുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ ക്ലിനിക്സിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസ് വരുന്ന, അതായത് ഇത്രയും നല്ല ഡോക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് എന്തായാലും ഒരുപാട് പേഷ്യൻസ് വരും അല്ലെ. അപ്പൊ നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരും അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അവിടെ ചികിത്സിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിനിക്കൽ എക്സ്പോഷർ എന്ത് ചെയ്യാണ്, വളരെയധികം കൂടുകയാണ്. ഇനി ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞു അവിടെ ഉള്ളത് ടോപ്പ് ഫാക്കൽറ്റീസ് ആണ്. ടോപ്പ് ഫാക്കൽറ്റീസ് ആണെങ്കിൽ എന്തായാലും ടോപ്പ് നോച്ച് എഡ്യൂക്കേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടില്ലേ. ഇനി അടുത്തത് നോക്കുക, അടുത്തത് എയിംസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നുള്ളത് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. കാരണം ഇത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ ആർക്കാണ് നിങ്ങളെ വേണ്ടാതെ വരിക? എല്ലാവരും നിങ്ങളെ തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നിങ്ങളെ പ്രിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി സ്റ്റൈപ്പൻഡ് ഉണ്ടാവാറുണ്ട് ഡ്യൂറിങ് ഇന്റേൺഷിപ്പ്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് സ്റ്റൈപ്പൻഡ് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു റിയാലിറ്റി ചെക്ക്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്കോർ ഞാൻ പറയുകയാണെങ്കിൽ 500 to 600 ആണ്. നമ്മൾ നീറ്റ് എക്സാമിന്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരുപാട് മോക്ക് ടെസ്റ്റും അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ സ്കോർ ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഈ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാർ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് എയിംസിൽ കിട്ടണമെങ്കിൽ 700 വേണം എന്നുള്ള ടെൻഷൻ കാരണം ഇനി പഠിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയാം. ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എയിംസ് ഡൽഹിയിൽ പഠിക്കണം എന്നുള്ളത്. ആ കുട്ടിയുടെ സ്കോർ ഈ ഒരു റേഞ്ചിലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ചിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു, പക്ഷെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. 700+ പോകാത്ത സമയത്ത് ആ കുട്ടിക്ക് ടെൻഷനായി. ആ കുട്ടി ഉള്ള സമയം ഫുൾ ടെൻഷൻ അടിച്ച് വെറീഡായി. ആൻഡ് എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വന്നു. കാരണം 700+ കിട്ടണമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതുമ്പോൾ നമുക്കത് കിട്ടണം എന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും വേക്ക് അപ്പ്, സ്റ്റഡി ഹാർഡ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെ അല്ലെങ്കിൽ ഇത്ര ഒരു സമയം, ഇനി നമ്മളുടെ മുന്നിൽ വിരലിൽ എണ്ണാവുന്ന എത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ എക്സാമിനായിട്ട്. May 3rd എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. ആ എക്സാമിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിങ്ങളിപ്പം പാഴാക്കി കളയുന്ന ഓരോ നിമിഷവും വേറൊരു കുട്ടി അവിടെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് റിയാലിറ്റി ചെക്കിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല നിങ്ങൾക്ക് MBBS പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. MBBS ആണ് നിങ്ങളുടെ സ്വപ്നം എന്ന് വെച്ചാൽ ഇത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത്. കാരണം നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് MBBSനുള്ള ആ ഒരു സീറ്റ് 1,40,000 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെ. 2026 മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം 1,40,000 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ പഠിക്കുക. ആൻഡ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് 700+ഓ എങ്ങനെയാണെങ്കിലും ഏറ്റവും നല്ലൊരു സ്കോറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അത് അത്രയും നല്ല സ്കോർ ആണെങ്കിൽ നിങ്ങൾ
ഉദ്ദേശിച്ച നിങ്ങളുടെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എയിംസിലോട്ട് നിങ്ങൾക്ക് കടക്കാനായിട്ടും സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വീഡിയോന്റെ താഴെ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. ദിസ് ഇസ് മീ ആരതി സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.